നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് കാസർഗോഡ് മധൂർ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിക്കെതിരെ പോലീസ് കേസെടുത്തു. ശനിയാഴ്ച രാത്രി 11:30 മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിനു സമീപത്തുള്ള പാടത്ത് വെച്ച് വെടിക്കെട്ട് നടത്തിയതിനാലാണ് വിദ്യാനഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കാസർഗോഡ് 4-ാം മൈലിൽ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് വാക്ക് തർക്കം. 4 പേർക്ക് വെട്ടേറ്റു. വാഹനങ്ങളിൽ ആളുകളുമായി എത്തി പെപ്പർ സ്പ്രേ അടിച്ച് വാളും കത്തിയും ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേർക്കെതിരെ വധശ്രമത്തിന് വിദ്യാനഗർ പോലീസ് കേസെടുത്തു. പൂരാഘോഷത്തിന് തുടക്കം കുറിച്ച് വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളും ദേവസ്ഥാനങ്ങളും. പൂവിടൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കണിച്ചട്ടി നിർമ്മാണത്തിന്റെ തിരക്കിലാണ് കാസർഗോഡ് എരിക്കുളം ഗ്രാമം. മടിക്കൈ എരിക്കുളത്തെ മൺകല നിർമ്മാണത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞങ്ങാട് ആറങ്ങാടി പറമ്പത്ത് മക്കാം ഉറൂസിന് ഏപ്രിൽ 8 മുതൽ തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഡിവൈഎഫ്ഐ K7 ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. മത്സരത്തിൽ FC കോട്ടപ്പുറം മിന്നും വിജയം കരസ്ഥമാക്കി. നാടക് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലയിലെ മുതിർന്ന നാടക പ്രവർത്തകരുടെ സംഗമം നാടകപ്രേമികൾക്ക് പുതിയ അനുഭവമായി. ജില്ലയിലെ 70-ലധികം വരുന്ന സ്ത്രീകളടക്കമുള്ള മുതിർന്ന നാടക പ്രവർത്തകരാണ് അഭിനയപയമയ്ക്കൊരു പെരുമ എന്ന പരിപാടിയിൽ പങ്കെടുത്തത്. വാർത്തകൾ വിശദമായി. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് കാസർഗോഡ് മധൂർ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിക്കെതിരെ പോലീസ് കേസെടുത്തു. ശനിയാഴ്ച രാത്രി 11:30 മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിനു സമീപത്തുള്ള പാടത്ത് വെച്ച് വെടിക്കെട്ട് നടത്തിയതിനാലാണ് വിദ്യാനഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അഷ്ടബന്ധ ബ്രഹ്മകലക്ഷോത്സവം, മൂടപ്പ സേവ എന്നിവയോട് അനുബന്ധിച്ചാണ് വെടിക്കെട്ട് നടത്തിയത്. കാസർഗോഡ് 4-ാം മൈൽ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് വാക്ക് തർക്കം. 4 പേർക്ക് വെട്ടേറ്റു. വാഹനങ്ങളിൽ ആളുകളുമായി എത്തി പെപ്പർ സ്പ്രേ അടിച്ച് വാളും കത്തികളും ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേർക്കെതിരെ വധശ്രമത്തിന് വിദ്യാനഗർ പോലീസ് കേസെടുത്തു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 4-ാം മൈലിൽ ഞായറാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. വീടിന് സമീപം പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. പ്രതികൾ അനാവശ്യമായി പടക്കം പൊട്ടിച്ചത് പ്രദേശവാസികൾ ചോദ്യം ചെയ്തിരുന്നു. ഇതോടെ ഇവർ സംഭവസ്ഥലത്ത് നിന്നും മടങ്ങി. പിന്നീട് മണിക്കൂറിന് ശേഷം വാഹനങ്ങളിൽ സംഘടിച്ചെത്തി പെപ്പർ സ്പ്രേ അടിച്ച് വാളും കത്തികളും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. അക്രമത്തിൽ പരിക്കേറ്റ ചെങ്കള സ്വദേശി ഇബ്രാഹിം സൈനുദ്ദീൻ, ഫവാസ്, അബ്ദുൾ റസാഖ്, മുൻഷീദ് എന്നിവർ ചികിത്സയിലാണ്. ഇതിൽ ഗുരുതര പരിക്കേറ്റ ഫവാസിനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വടിവാളും കത്തിയും പെപ്പർ സ്പ്രേയും ഉപയോഗിച്ചായിരുന്നു അക്രമം. പ്രതികൾ ലഹരിക്ക് അടിമകളെന്നും പരിക്കേറ്റവർ ആരോപിച്ചു. രാത്രി ഒരു 11 മണിക്ക് എത്തിയപ്പോൾ ഇവർ വാളും കത്തിയും ഒക്കെ ആയിട്ട് വന്ന് ആക്രമിച്ചതാണ്. ഇതിൽ പിന്നിലുള്ള ഇതെന്തെന്ന് നമുക്കറിയില്ല. ഒരു പടക്കം പൊട്ടിച്ചുള്ള പ്രശ്നത്തിലാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. പിന്നെ ഇവർ ലഹരി അടിക്കുന്നുണ്ടോ എന്നുള്ള ചെറിയ സംശയങ്ങളുണ്ട്. പിന്നെ അതിലൊരാൾ ലഹരി കച്ചവടക്കാരനാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനും പിന്നെ ഒരു പെങ്ങളെ മകനും ഉണ്ടായിരുന്നു. 3 പേർക്കും വെട്ടേറ്റിട്ടുണ്ട്. എനിക്ക് കൈക്കും പുറകിലുമാണ് വെട്ടേറ്റിട്ടുള്ളത്. അവരുടെ നില കുറച്ചോ സീരിയസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ള 24 മണിക്കൂർ കഴിയാണ്ടൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടങ്ങാൻ കാരണമൊന്നുമില്ല. അവിടെ ഒരു വീടിൻ്റെ മുമ്പിൽ ഒരു പടക്കം പൊട്ടിക്കാൻ കുറച്ച് പിള്ളമാർ വന്നതുകൊണ്ട് അതിൻ്റെ ഓണർ ചോദ്യം ചെയ്തു. അവർ ഇതൊന്നും വില വെക്കാതെ പിന്നെ പൊട്ടിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ അവിടെ ഉണ്ടായ നാട്ടുകാർ അത് ഇടപെട്ട് അവർ പ്രശ്നങ്ങളുണ്ടാക്കി. ആ ദേഷ്യത്തിലാണ് വാളും കത്തിയൊക്കെ എടുത്തു വന്നിട്ട് നമ്മളെല്ലാം ആക്രമിച്ചു.
ഞങ്ങളെ ആക്രമിക്കാനുള്ള കാരണം എന്തെന്ന് നമുക്കറിയില്ല. നമ്മൾ ജ്യേഷ്ഠൻ്റെ മകനുള്ളത് കൊണ്ട് ഞാനും ജ്യേഷ്ഠനും കൂടി വന്നതാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് വന്നിട്ട് ജ്യേഷ്ഠൻ്റെ മകനെയും കൊണ്ട് തിരിച്ചു പോകുന്ന സമയത്തായിരുന്നു ഇവരുടെ ആക്രമണം. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ 3 പേരെ പിടികൂടി. മൊയ്തീൻ, മിഥിലാജ്, അസ്രുദ്ദീൻ എന്നിവരെയാണ് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കണിച്ചട്ടി നിർമ്മാണത്തിന്റെ തിരക്കിലാണ് കാസർഗോഡ് എരിക്കുളം ഗ്രാമം. വടിക്കൈ എരിക്കുളത്തെ മൺകല നിർമ്മാണത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 40,000-ഓളം കണിക്കലങ്ങളാണ് ഇത്തവണ എരിക്കുളത്ത് ഉണ്ടാക്കുന്നത്. കണിക്കലങ്ങൾ നിർമ്മിക്കുന്നതിന്റെ തിരക്കിലാണ് എരിക്കുളത്തെ ഓരോ വീടുകളും. 300 മുതൽ 400 വരെ കലങ്ങളാണ് വിഷു ലക്ഷ്യമാക്കി ഓരോ വീടുകളിലും ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഒരുക്കങ്ങൾ 2 മാസം മുൻപ് ആരംഭിച്ചിരുന്നു. എരിക്കുളം വയലിൽ നിന്ന് ശേഖരിക്കുന്ന കളിമണ്ണ് ഉപയോഗിച്ചാണ് കണിച്ചട്ടിയും മറ്റ് മൺപാത്രങ്ങളും നിർമ്മിക്കുന്നത്. വിവിധ വലുപ്പത്തിലുള്ള കണിച്ചട്ടികൾ വീട്ടുമുറ്റങ്ങളിൽ നിരത്തിവെച്ചത് കാണാം. വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കുന്ന ഇവ പിന്നീട് കനലിൽ വെച്ച് ചൂടാക്കിയെടുക്കുന്നതോടെയാണ് വിൽപ്പനയ്ക്കായി തയ്യാറാകുന്നത്. വിഷു ഇവർക്ക് പ്രതീക്ഷയുടെ കാലമാണ്. 1.5 മാസമായി ഞങ്ങൾ ഈ കണിക്കലം നിർമ്മിച്ചു തുടങ്ങിയിട്ട് വിപണി കണ്ടെത്താനുള്ള പരിപാടിയിലാണ്. കിട്ടുന്നതിൽ പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു വീടുകളിൽ പോയി കഴിഞ്ഞാൽ 200 രൂപ കിട്ടും, ചെറുതായാലും വലുതായാലും. അങ്ങനെ ആ ഒരു രീതിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 10, 300, 400 കണിച്ചട്ടി ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട്. ചിലവുന്നില്ല, പ്രതീക്ഷയാണെന്നില്ലത്. ഒരു ദിവസം 30 ഉണ്ടാക്കും, 30 കണിച്ചട്ടി ഉണ്ടാക്കും. ഞാൻ ഈ 10-15 വർഷം, 20 വർഷമായി. കണിക്കലങ്ങൾ തലച്ചുമടായി വീടുകളിലേക്ക് കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നതാണ് പതിവ്. ഇപ്പോൾ കടകളിലേക്കും മൺകലങ്ങൾ നൽകി വരുന്നു. 120ഓളം വീടുകൾ പാരമ്പര്യം കൈവിടാതെ ഇവ ഉണ്ടാക്കുന്നതിൽ സജീവമാണ്. മടിക്കൈ എരിക്കുളത്തെ മൺപാത്ര നിർമ്മാണത്തിന് 400 വർഷത്തിലേറെ പഴക്കമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൂരാഘോഷത്തിന് തുടക്കം കുറിച്ച് വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളും ദേവസ്ഥാനങ്ങളും പൂവിടൽ ചടങ്ങും പൂരക്കളിയും തുടങ്ങി. ശിവകോപത്താൽ ചാമ്പലായ കാമദേവന്റെ പുനർജനിക്കായുള്ള ആരാധനയാണ് വടക്കൻ മണ്ണിലെ പൂരോത്സവം. മീനമാസത്തിലെ കാർത്തിക നക്ഷത്രം മുതൽ പൂരം നാൾ വരെയുള്ള 9 ദിവസങ്ങളിൽ ബാലികമാരുടെ പൂവിടൽ ചടങ്ങും പൂരക്കളിയും ക്ഷേത്രങ്ങളിലും തറവാടുകളിലും പ്രധാനമാണ്. ഗ്രാമവിശുദ്ധിയും പാരമ്പര്യ ചടങ്ങുകളും കൊണ്ട് സമ്പന്നമാണ് പൂരാഘോഷം. പന്തലിൽ പൊന്നുവെക്കൽ ചടങ്ങോടെ പൂരക്കളി ആരംഭിക്കുന്നു. നാരായണ സ്തുതികളോടെ ശ്രീകൃഷ്ണന്റെ ബാലലീലകളും രാമായണവും പാടിക്കളിക്കുന്നു. Hey!
ചെമ്പകപ്പൂവ്, നരയൻപൂവ്, ക്ലീനിപ്പൂവ്, എരിക്കിൻ പൂവ് എന്നിവയാണ് പൂവിടൽ ചടങ്ങിനായി ഉപയോഗിക്കുന്നത്. സമാപന ദിവസം വീടുകളിൽ പൂക്കൾ കൊണ്ട് കാമരൂപം തീർക്കും. വിഗ്രഹങ്ങളും തിരുവായുധങ്ങളും കുളങ്ങളിൽ ആറാടിക്കുന്ന പൂരംകുളി ചടങ്ങോടെയാണ് സമാപനം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടോട്ട് മൂത്തേടത്തുകുതിരി പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പൂരമഹോത്സവത്തിന് തുടക്കം കുറിച്ചു. ദീപവും തിരിയും കൊണ്ടുവരൽ ചടങ്ങ് നടന്നു. അടോട്ട് മൂത്തേടത്തുകുതിര പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ദീപവും തിരിയും കൊണ്ടുവരൽ ചടങ്ങ് നടന്നു. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം കലശം കുളിച്ച വാര്യക്കാരും ക്ഷേത്രസ്ഥാനികരും അമ്പല കമ്മിറ്റി ഭാരവാഹികളും മറ്റ് ഭക്തജനങ്ങളും ഘോഷയാത്രയായി മടിയൻകൂലോത്തെത്തി ക്ഷേത്രപാലകനെയും പരിവാര ദേവതമാരെയും വണങ്ങി. തുടർന്ന് ക്ഷേത്രത്തിൽ നിന്നും പകർന്നു നൽകിയ ദീപവും തിരിയും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള എഴുന്നള്ളത്തോടുകൂടി അടോട്ട് മൂത്തേടത്തുകുതിര പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തെത്തി പൂരോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. പൂരോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഏപ്രിൽ 9 മറത്തുകളി നടക്കും. അടോട്ട് പഴയ സ്ഥാനത്തെ പ്രതിനിധീകരിച്ച രാജേഷ് പണിക്കർ അണ്ടോളും, കണ്ടൂത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച പവിത്രൻ പണിക്കർ പിലിക്കോടും മറത്തുകളിയിൽ ഇരു പൂരക്കളി സംഘങ്ങളെയും നയിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞങ്ങാട് ആറങ്ങാടി പറമ്പത്ത് മക്കാമുറൂസിന് ഏപ്രിൽ 8 തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞങ്ങാട് ആറങ്ങാടി പറമ്പത്ത് മഖാമുറൂസിന് ഏപ്രിൽ 8 തുടക്കമാവും. ഏപ്രിൽ 8 മുതൽ 14 വരെ തീയതികളിലായാണ് മഖാമുറൂസ് നടക്കുന്നത്. 8 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ആറങ്ങാടി ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് MK അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിക്കും. ഉസ്താദ് അബ്ദുൾ ഹക്കീം അൽ ഖാസിമി പ്രഭാഷണം നടത്തും. 9 നടക്കുന്ന മതപ്രഭാഷണം ബഷീർ വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്യും. പേരോട് മുഹമ്മദ് അസ്ഹരി പ്രഭാഷണം നടത്തും. സ്വാഗതം. MK വൈസ് ചെയർമാൻ ഓഫ് കമ്മിറ്റി, അധ്യക്ഷൻ MK അബ്ദുൽ അസീസ് ദശാഹോസ് കമ്മിറ്റി, അന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം കാര്യങ്ങളായ സമിതിയുടെ ജനറൽ സെക്രട്ടറി കാര്യപ്പെട്ടു നിർവഹിക്കുന്നു. പ്രഭാഷണ പേരോട് മുഹമ്മദ് അസേരി അവരുകളാണ് രണ്ടാമത്തെ പ്രഭാഷണം നടത്തുന്നത്. 10 നൌഫൽ ബാഗവി ചിത്താരി ആമുഖ ഭാഷണം നടത്തും. മുഹമ്മദ് അമീൻ അമാനി മാട്ടൂൽ മജ്ലിസുനൂറിന് നേതൃത്വം വഹിക്കും. ഖലീൽ ഹുദവി മതപ്രഭാഷണം നടത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജമാഅത്ത് പ്രസിഡന്റ് MK അബ്ദുൾ റഹ്മാൻ, ജനറൽ സെക്രട്ടറി CH അബ്ദുൾ അസീസ് ഹാജി, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ അലങ്കാർ അബൂബക്കർ, കൺവീനർ MK അബ്ദുൾ റഷീദ് ആറങ്ങാടി, ട്രഷറർ MP അബ്ദുൾ അസീസ്, വൈസ് ചെയർമാൻമാരായ CH അബ്ദുൾ ഹമീദ് ഹാജി, MK അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഡിവൈഎഫ്ഐ K7 ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. മത്സരത്തിൽ FC കോട്ടപ്പുറം മിന്നും വിജയം കരസ്ഥമാക്കി. ദുർഗ ഹയർ
സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ SFA അംഗീകൃത K7 സോക്കർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ലഹരിയാവാം കളിയിടങ്ങളിൽ എന്ന സന്ദേശവുമായി DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ മാസം 24 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും പ്രഗത്ഭരും പ്രശസ്തരും നിരവധി താരങ്ങൾ അണിനിരക്കുന്ന ടൂർണമെന്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ജോപോൾ അഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. നമുക്കതാണ് ഏറ്റവും വലുത്. കാരണം ഇന്ന് നമ്മൾ കാണുന്നത് ചെറുപ്പത്തിൽ തന്നെ യുവജനങ്ങളിലേക്കാണ് എല്ലാവരും പോകുന്നത്. 10ാം ക്ലാസ് എത്തുന്നതിനും ആ ഒരു പരിപാടി മാറ്റിവെച്ചു. കാരണം അവരെന്ത് കഴിച്ചോണ്ടാണോ ഇത് കൂടുന്നത് മനസ്സിലാക്കുന്നില്ല. കാരണം അതുപോലുള്ള ലഹരിയിൽ നിന്ന് മാറി നമുക്ക് ഫുട്ബോളിന്റെ ലഹരിയിലേക്ക് സ്പോർട്സ് ഫുട്ബോൾ ഞാൻ പറയുന്നില്ല, ഏത് സ്പോർട്സ് ആയാലും നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ചാൻസുകളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. പള്ളിക്കളങ്ങളിൽ നമുക്ക് കിട്ടാൻ സാധിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാരിയർ കൂടിയാണ് ഫുട്ബോൾ. ഫുട്ബോൾ ഏതെങ്കിലും ബാസ്കറ്റ്ബോളായാലും വോളിബോളായാലും പക്ഷെ അതിലേക്ക് കടന്നില്ല, മറ്റുള്ള ലഹരിയിൽ മാറിക്കൊണ്ട്. പിന്നെ ഞാനിവിടെ ഒരുപാട് സെവൻസ് ഗ്രൂപ്പുകളൊക്കെ കാണുന്നുണ്ട്. കാരണം കുറച്ച് നേരം കളി നടക്കും, പിന്നെ എപ്പോഴും ഇടിയായിരിക്കും. അത് നിർത്തണം. കാരണം നമ്മൾ കളിക്കുന്ന കാലത്ത് അടിപൊളിയൊക്കെ ഉണ്ടായിരിക്കണം. സംഘാടക സമിതി ചെയർമാൻ PK നിശാന്ത് അധ്യക്ഷനായി. പ്രമുഖ അഭിഭാഷകൻ CK ശ്രീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുൻ നഗരസഭാ ചെയർമാൻ VV രമേശൻ, DYFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, SFA സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ലത്തീഫ്, ജില്ലാ ട്രഷറർ സൈനുദ്ദീൻ, M രാഘവൻ, ഹമീദ് ഹാജി എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ V ഗിനീഷ് സ്വാഗതവും കൺവീനർ വിപിൻ ബല്ലത്ത് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന മത്സരത്തിൽ നറുക്കെടുപ്പിലൂടെ FC തൃക്കരിപ്പൂരിനെ പരാജയപ്പെടുത്തി നാഷണൽ FC കോട്ടപ്പുറം ജേതാക്കളായി. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. രണ്ടാം പകുതിയിൽ 47 മിനിറ്റിൽ വിദേശ താരം ഇസാമിന്റെ മനോഹരമായ ഒരു ഹെഡിലൂടെ കോട്ടപ്പുറം ടൂർണമെന്റിലെ ആദ്യ ഗോൾ നേടി മുന്നിലെത്തി. പിന്നീട് കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ FC തൃക്കരിപ്പൂരിന്റെ 7ാം നമ്പർ താരം അൽഫുവിലൂടെ സമനില ഗോൾ നേടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാടക് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലയിലെ മുതിർന്ന നാടക പ്രവർത്തകരുടെ സംഗമം നാടകപ്രേമികൾക്ക് പുതിയ അനുഭവമായി. ജില്ലയിലെ 70-ലധികം വരുന്ന സ്ത്രീകളടക്കമുള്ള മുതിർന്ന നാടക പ്രവർത്തകരാണ് അഭിനയ പയമയ്ക്കൊരു പെരുമ എന്ന പരിപാടിയിൽ പങ്കെടുത്തത്. നാടക് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു നാടകപ്രവർത്തകരുടെ സംഗമം സംഘടിപ്പിച്ചത്. പരിപാടി പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സംഘാടക സമിതി വൈസ് ചെയർമാൻ ജയൻ വെള്ളിക്കുത്ത് അധ്യക്ഷത വഹിച്ചു. വാസു ചേറോട് പുരസ്കാര ജേതാവ് V ശശി, ഭാരത് ഭവൻ നെടുമുടി വേണു അവാർഡ് ജേതാവ് ഉദിനൂർ ബാലഗോപാലൻ എന്നിവരെ കാനായി കുഞ്ഞിരാമൻ ഉപഹാരം നൽകി ആദരിച്ചു. നാടക് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രകാശൻ ചിങ്ങൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നന്ദകുമാർ മാണിയാട്ട് ഓർമ്മക്കുറിപ്പ് അവതരിപ്പിച്ചു. A മാധവൻ മാസ്റ്റർ, ലക്ഷ്മി പുത്തിലോട്ട് എന്നിവർ സംസാരിച്ചു. റഫീഖ് മണിയങ്ങാനം സ്വാഗതവും വിജയൻ കാടകം നന്ദിയും പറഞ്ഞു. ഷാജികുമാറിന്റെ മരണമാസം ആത്രയേകം നാടക പ്രസിദ്ധീകരിച്ച നാടകങ്ങൾ രംഗവേദിക്ക് പുറത്ത് നാടകത്തെ നെഞ്ചോട് തീർത്ത തൂലികയും വെളിച്ചവും ശബ്ദവും ഛായങ്ങളും തന്ന് പോയകാല നാടകവേദിയെ സമ്പന്നമാക്കിയ നമുക്ക് മുന്നേ നടന്നുപോയ അവരുടെ ഉജ്ജ്വലമായ തീഷ്ണമായ നാടക സമ്പത്ത് നമുക്ക് മുന്നിൽ തുറന്നു വെച്ച് നടന്ന് പോയവർ യഥാർത്ഥത്തിൽ അതിൽ കൂടുതൽ സന്തോഷിക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെയാണ് നാടകത്തിന്റെ ഒരു സംഗമം തുടങ്ങുന്നത് എന്നതിലും അദ്ദേഹം വലിയ സന്തോഷം പ്രകടിപ്പിച്ചത്. കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഈ ഇത്തരമൊരു പരിപാടി നടത്തുക എന്ന് പറയുന്നത് നാടക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, കാരണം അതിനൊരു വയസ്സൊക്കെ നിശ്ചയിച്ച് തന്നെയാണ് എല്ലാവരെയും ക്ഷണിച്ചിട്ടുള്ളത്. പിന്നെ മാഷൊക്കെ വലിയ പ്രയാസം അനുഭവപ്പെട്ട് തന്നെയാണ് അദ്ദേഹമൊക്കെ ഇവിടെ എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ 100 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഈ വേളയിൽ ഗ്രാമാന്തരങ്ങളിൽ
ഓലച്ചൊട്ട് വെളിച്ചത്തിൽ നാടകം കളിച്ചവർ, അന്ന് തൊട്ട് ഈ പുതിയ കാലത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ നാടകം കളിച്ചവർ വരെ നീളുന്നു ആ പട്ടിക. 1927 മുതൽ നാടകം എന്ന ജനകീയ കലയെ നെഞ്ചോട് ചേർത്ത് വെച്ചവരാണ് നമ്മുടെ നാടക കലാകാരന്മാർ. പുരോഗമന ചിന്തകളുടെ ആശയ വിപുലീകരണം ഉദ്ദേശം വെച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭീതിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP അഭിപ്രായപ്പെട്ടു. മാവിലാക്കടപ്പുറം പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനായി നിർമ്മിച്ച MT മുഹമ്മദ് കുഞ്ഞി ഹാജി സ്മാരക മന്ദിരത്തിന്റെയും ക്ലബിന്റെയും 27ാം വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മാവിലാക്കടപ്പുറം പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനായി നിർമ്മിച്ച MT മുഹമ്മദ് കുഞ്ഞി ഹാജി സ്മാരക മന്ദിരത്തിന്റെയും ക്ലബിന്റെ 27ാം വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം KPCC പ്രസിഡന്റ് K. സുധാകരൻ MP നിർവഹിച്ചു. വഖഫ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തുവെങ്കിലും പാർലമെന്റിലെ ഭൂരിപക്ഷം കൊണ്ട് മാത്രം നിയമമായി മാറുന്നുവെന്നത് കേന്ദ്ര ഭരണകൂടം നാടിനെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിയമപരമായി കൈവശം വെക്കാവുന്ന സ്വത്തവകാശത്തെ അട്ടിമറിച്ച് കേന്ദ്ര ഭരണക്കാരുടെ ഇഷ്ടാനുസരണം ഭൂമി നൽകുന്ന സംവിധാനം ജനാധിപത്യ രാജ്യത്ത് നിലനിൽക്കില്ലെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. നമ്മുടെ നാട് വളരെ ഭീകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾക്കറിയാം, വഖഫിന്റെയിലൊക്കെ കാര്യങ്ങൾ അറിയാം. എല്ലാം നമ്മളൊക്കെ പാർലമെന്റിൽ ബില്ലിനെതിരായി വോട്ട് ചെയ്തവരാണ്. പക്ഷേ ഭൂരിപക്ഷം കൊണ്ട് അത് നിയമമായി മാറുന്നു. സ്വന്തം ഓരോരാളുടെയും കൈകളിലേക്ക് വെക്കാവുന്ന നിയമാനുസൃതമായ സ്വത്തവകാശം, ആ സ്വത്തവകാശം അട്ടിമറിച്ച് തകർത്തുകൊണ്ട് പാർട്ടിയുടെ അല്ലെങ്കിൽ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ ഇഷ്ടാനുസരണം ഭൂമി നൽകുന്ന സിസ്റ്റം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും യോജിക്കില്ല, ഒരിക്കലും അത് നിലനിൽക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ദുഃഖിതരുടെയും നിരാലംബരുടെയും ആശ്രയ കേന്ദ്രമായി പ്രിയദർശിനി ക്ലബിന് നിർമ്മിച്ച പുതിയ മന്ദിരം മാറ്റണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇരുനില മന്ദിരത്തിലെ ഉമ്മൻചാണ്ടി സ്മാരക ഹാൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി മുഖ്യാതിഥിയായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ EK മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. കൺവീനർ K. അശോകൻ, വൈസ് ചെയർമാൻ KPP രതീഷ്, KV ഗംഗാധരൻ, KP പ്രകാശൻ, സാജിദ് മൗവൽ, P. കുഞ്ഞിക്കണ്ണൻ, KV വിജയൻ, M. അബ്ദുൽ സലാം, K. സിന്ധു, സുമാ കണ്ണൻ, MT ബുഷ്ര, MT ഷെഫീഖ്, KM സുരാഗ്, K. ശീലൻ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ MK സുബൈർ, കബഡി താരം റിതിൻ മാവിലാടം എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. മാവിലാക്കടപ്പുറം MA UP സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ അബ്ദുൾ റസാഖ് പുനത്തിലിനെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധി മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് നീലേശ്വരം ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തുകളും ശുചിത്വ പ്രഖ്യാപനം പൂർത്തീകരിച്ചത്. മുഴുവൻ വാർഡുകളും ഹരിത പദവിയിലെത്തിയ സാഹചര്യത്തിൽ പിലിക്കോട് പടുവളത്ത് നടന്ന ശുചിത്വ പ്രഖ്യാപനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി വിവിധ വകുപ്പുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നിരവധിയായിട്ടുള്ള സംഘടനകൾ, അതുപോലെ തന്നെ വായനശാലകൾ, ക്ലബ്ബുകൾ, കുടുംബശ്രീ പ്രവർത്തകർ, അവരുടെയൊക്കെ വളരെ നിശ്ചയമായിട്ടുള്ള പ്രവർത്തനത്തിന്റെയും സഹകരണത്തിന്റെയും ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം 2-ാം തീയതി ആരംഭിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായിട്ടുള്ള മാർച്ച് മാസം 30-ാം തീയതി നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിൽ ഈ വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ചടങ്ങിൽ ബ്ലോക്ക് പരിധിയിലെ മികവ് നേടിയ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത്, ഗവൺമെന്റ് UP സ്കൂൾ പാടിക്കൽ, കുടുംബാരോഗ്യ കേന്ദ്രം ഓലാട്ട്, കുടുംബാരോഗ്യ കേന്ദ്രം പടന്ന, തൃക്കരിപ്പൂർ ഹരിതകർമ്മസേന കൺസോർഷ്യം, നോഞ്ഞ ഉദയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം, ചെറുവത്തൂർ ടൗൺ, കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയം, വലിയപറമ്പ് ബീച്ച്, കൈരടുത്ത് കൂട്ടായ്മ,
ചീമേനി റെസിഡൻസ് അസോസിയേഷൻ, ITI കയ്യൂർ, കയ്യൂർ ടൗൺ, വലിയപറമ്പ് CDS എന്നീ സ്ഥാപനങ്ങൾക്ക് ഉപഹാരം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ശുചിത്വ ചുമതല വഹിക്കുന്ന PR മിനിജ സ്റ്റാറ്റസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PP പ്രസന്നകുമാരി, PV മുഹമ്മദ് അസ്ലം, VK ബാവ, AG അജിത് കുമാർ, CV പ്രമീള, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ M സുമേഷ്, K അനിൽകുമാർ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ PV ദേവരാജൻ, കുടുംബശ്രീ കോർഡിനേറ്റർ U ജ്യോതിഷ് എന്നിവർ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ T രാഗേഷ്, ബ്ലോക്ക് അംഗം TS നജീബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രാവണേശ്വരം അഴീക്കോടൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 37ാം വാർഷികാഘോഷം ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടക്കും. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും സ്നേഹാദരവും സംഘടിപ്പിച്ചു. രാവണേശ്വരം അഴീക്കോടൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 37ാമത് വാർഷികാഘോഷം 2025 ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിവിധ പരിപാടികളോടെയാണ് നടക്കുന്നത്. വാർഷികാഘോഷത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും കഴിഞ്ഞ കാലങ്ങളിൽ ക്ലബിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന പഴയകാല പ്രവർത്തകരുടെ കുടുംബ സംഗമവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. രാവണേശ്വരം അഴീക്കോടൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അങ്കണത്തിൽ ഓലമേഞ്ഞ പഴയ രീതിയിൽ തയ്യാറാക്കിയ സംഘാടക സമിതി ഓഫീസിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം M പൊക്ലൻ ഉദ്ഘാടനം ചെയ്തു. 6 പ്രധാനപ്പെട്ട മതങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ. നരവംശ ശാസ്ത്രപരമായി നിർവചിക്കപ്പെട്ട 6 വംശീയ ഗ്രൂപ്പുകൾ ഈ 6 മതത്തിന് കൂടാതെ ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം ഒരുമിച്ച് നിർത്തിയപ്പോഴും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലേക്കുള്ള മുദ്രാവാക്യം നമ്മുടെ നാടുകളിൽ വന്നിട്ടില്ല. തുടർന്ന് രക്തസാക്ഷി കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങും നിർവഹിച്ചു. KV രാഘവൻ അധ്യക്ഷത വഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P ദാമോദരൻ, CPIM രാവണേശ്വരം ലോക്കൽ സെക്രട്ടറി K രാജേന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ T ശശിധരൻ, T നാരായണൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ M ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. T അഭിലാഷ് സ്വാഗതവും V മഹേഷ് നന്ദിയും പറഞ്ഞു. 37ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി ഏപ്രിൽ 15 ഉദ്ഘാടന സമ്മേളനം, വനിതാ പൂരക്കളി പ്രദർശനം, മിക്സഡ് കൈകൊട്ടിക്കളി പ്രദർശനം, ഉത്തര കേരള കൈകൊട്ടിക്കളി മത്സരം എന്നിവയും നടക്കും. ഉത്തര കേരള കൈകൊട്ടിക്കളി മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന ടീമിന് ട്രോഫിയും 10,000 രൂപയും, 2ാം സ്ഥാനം നേടുന്ന ടീമിന് 7,000 രൂപയും, 3ാം സ്ഥാനം നേടുന്ന ടീമിന് 4,000 രൂപയും ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകും. ന്യൂസ് ബ്യൂറോ, രാമേശ്വരം. ഏച്ചിക്കാനം ശ്രീ ഗുരുജി വിദ്യാമന്ദിരത്തിന്റെ വാർഷികാഘോഷം നടന്നു. ഡോക്ടർ PK ജയശ്രീ IAS ഉദ്ഘാടനം ചെയ്തു. ഏച്ചിക്കാനം ഗുരുജി വിദ്യാമന്ദിരത്തിന്റെ 40ാമത് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. വിദ്യാലയ അങ്കണത്തിൽ നടന്ന ചടങ്ങ്
കോട്ടയം ജില്ലയുടെ മുൻ ജില്ലാ കളക്ടർ ഡോക്ടർ PK ജയശ്രീ IAS ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. അവർ മുറിയിൽ അടച്ചിരുന്ന് അവർക്ക് തോന്നിയത് ചെയ്യുകയല്ല. അങ്ങനെ ഒരു പേഴ്സണൽ സ്പേസ് അവർ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അവർ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുന്നതിന് മുമ്പ് അവർക്കില്ല എന്ന് തീർത്ത് പറയാൻ മാതാപിതാക്കൾക്ക് കഴിയണമെങ്കിൽ കുട്ടികളെ ചേർത്ത് പിടിച്ച് വളർത്തേണ്ടതുണ്ട്. തങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ സാധിക്കുമെന്നും അത് കേൾക്കാൻ മാതാപിതാക്കളും അധ്യാപകരും ഉണ്ടെന്നും അതിന് പരിഹാരം കണ്ടെത്താൻ അവർ ശ്രമിക്കുമെന്നുമുള്ള വിശ്വാസം കുട്ടികളിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. ജീവിത വിജയത്തിന് വിവേകമാണ് ആവശ്യം. ബാല്യത്തിൽ കുഞ്ഞു മനസ്സുകളിൽ വിവേകത്തിന്റെ വിത്ത് പാകാൻ അധ്യാപകർക്കൊപ്പം മാതാപിതാക്കളും അതുപോലെ തന്നെ സമൂഹവും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഡോക്ടർ PK ജയശ്രീ പറഞ്ഞു. വിദ്യാലയ സമിതി പ്രസിഡന്റ് യതീൻ C അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി അഭിഭാഷക പഠനം പൂർത്തിയാക്കി എൻറോൾമെന്റ് ചെയ്ത KV ജ്യോതിക റാണിക്കും ഏച്ചിക്കാനത്തെ ശ്രീദേവി നാരായണനും ഡോക്ടർ PK ജയശ്രീ പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സെക്രട്ടറി P ഗണേശൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ AC പത്മനാഭൻ, ബാബു അഞ്ചാംവയൽ, A വേലായുധൻ, P കൃഷ്ണൻ, ബിനോരാജ് കോട്ടപ്പാറ, KP കരുണാകരൻ എന്നിവർ സംസാരിച്ചു. വിദ്യാലയ സമിതി സെക്രട്ടറി P പുഷ്പലത സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപിക TR ഷീജ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്യങ്ങളും കലാപരിപാടികളും വിദ്യാലയ മാതൃസമിതി കാഴ്ചവെച്ച തിരുവാതിരയും ആസ്വാദ്യകരമായി. അധ്യാപിക പ്രമീള മനോജ് അവതാരികയായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹല കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റ് നവംബർ ആദ്യവാരത്തിൽ ദുബായിൽ വെച്ച് നടക്കും. ഫെസ്റ്റ് വൻ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടക സമിതി. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആതിഥ്യമരുളുന്ന കാസർഗോഡിന് പുറത്ത് കാസർഗോഡ് ജില്ലക്കാരുടെ ഏറ്റവും വലിയ സംഗമമായ ഹല കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റ് 2025 നവംബർ ആദ്യവാരത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് ഹല കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റ് സംഘാടക സമിതി ഭാരവാഹികളായ ചീഫ് പട്രോൺ യഹ്യ തളങ്കര, ചെയർമാൻ സലാം കന്യാപ്പാടി, ജനറൽ കൺവീനർ TR ഹനീഫ, ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ എന്നിവർ അറിയിച്ചു. ഹല കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റിന്റെ ഭാഗമായി വർണ്ണശബളമായ നിരവധി വ്യത്യസ്ത പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അധിവസിക്കുന്ന 10,000-ലധികം കാസർഗോഡ് ജില്ലക്കാരായ ആളുകളും മറ്റ് അറബ് പ്രമുഖർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, വ്യവസായ രംഗത്തെ പ്രമുഖർ, സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ, പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഗ്ലോബൽ KMCC നേതാക്കൾ, കലാകായിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിക്കുന്ന ഹല കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റ് വൻ വിജയത്തിലെത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടക സമിതി. നാടൻ കലാമത്സരങ്ങൾ, നാടൻ കളികൾ, അറബ് ആൻഡ് ഈജിപ്ഷ്യൻ ഫ്യൂഷൻ കലാപരിപാടികൾ, വനിതകൾക്കും കുട്ടികൾക്കുമായി വിവിധ മത്സരങ്ങൾ, അവാർഡ് നൈറ്റ്സ്, ഇഷൽ സന്ധ്യ, ബിസിനസ് മീറ്റ്, വനിതാ സമ്മേളനം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ ഹല കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റിന്റെ ഭാഗമായി അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, ദുബായ്. ചരിത്രത്തിൽ ഇതാദ്യമായി തെയ്യക്കോലങ്ങൾ കുമ്പള പാറാശ്രീ ഭഗവതി ആലി ചാമുണ്ഡി ക്ഷേത്ര വാർഷിക കളിയാട്ട മഹോത്സവം. ആലിത്തെയ്യം കെട്ടിയാടുന്നതിലൂടെ പ്രസിദ്ധമായ കുമ്പളയിലെ പാറാശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാത്തതിനാലാണ് ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം തെയ്യക്കോലങ്ങൾ കെട്ടിയാടാത്ത ചടങ്ങ് മാത്രമായി നടത്തുന്നത്. പാറാശ്രീ ഭഗവതി ആലിച്ചാമുണ്ഡി ക്ഷേത്രം നടത്തിപ്പ് മലബാർ ദേവസ്വം ബോർഡിനാണ്. പ്രസ്തുത ക്ഷേത്രത്തിൽ പ്രാചീന കാലം മുതൽ നടന്നു വന്നിരുന്ന ചടങ്ങുകളിൽ മാറ്റം വരുത്തി ക്ഷേത്രത്തിലെ കാരണവർ അടക്കമുള്ള ആചാരക്കാരെ പങ്കെടുപ്പിക്കാതെ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരസ്ഥാനത്ത് ഭണ്ഡാരം നിലനിൽക്കെ പുതിയ ഭണ്ഡാരമുണ്ടാക്കി ദേവസ്വം ഫിറ്റ് പേഴ്സണും കൂടെയുള്ള കുറച്ചാളുകളും കഴിഞ്ഞ 2 വർഷം നടത്തിയ ഉത്സവത്തിൽ ക്ഷേത്രത്തിൽ ആചാരാവകാശമുള്ള തറവാട്ടുകാർ സഹകരിച്ചിരുന്നില്ല. പ്രശ്നം പരിഹരിക്കുവാൻ ജില്ലയിലെ 18 കഴക ക്ഷേത്ര ഭാരവാഹികളുടെയും ആചാരസ്ഥാനികരുടെയും മധ്യസ്ഥതയിൽ നടന്ന പ്രശ്ന പരിഹാര ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്ന പരിഹാര വ്യവസ്ഥകൾ 2 കൂട്ടരും അംഗീകരിക്കുകയും പിന്നീട് ദേവസ്വം ഫിറ്റ് പേഴ്സണും കൂട്ടരും പിന്മാറുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു സ്ഥിതി നിലനിൽക്കുന്ന പക്ഷം തെയ്യക്കോലധാരികൾക്ക് ആചാരലംഘനത്തെ തുടർന്നുള്ള നിലവിലെ സാഹചര്യം വെച്ച് കളിയാട്ട മഹോത്സവവുമായി മുന്നോട്ടു പോകുവാൻ കഴിയാത്തതിനാൽ ഉത്സവത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ട സാഹചര്യമുണ്ടാവുകയും ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം തെയ്യക്കോലങ്ങൾ കെട്ടിയാടാതെ ചടങ്ങ് മാത്രമായി നടത്തേണ്ടി വന്നിരിക്കുകയുമാണ്.
ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ക്ഷേത്ര ആചാര ലംഘനത്തെ തുടർന്ന് ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം മുടങ്ങുന്നത്. ക്ഷേത്രത്തിൽ കളിയാട്ടം മുടങ്ങിയത് കുമ്പളയെ മാത്രമല്ല സമൂഹത്തെ ഒന്നാകെ ബാധിക്കുമെന്നാണ് മുതിർന്നവർ പറയുന്നത്. തറവാടുകാരൻ കർമ്മികളെ ധിക്കരിച്ചിട്ട് ചില ആളുകൾ കൂടിയിട്ട് അടുത്ത കാര്യം നടത്തിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം യാതൊന്നും ഇല്ലാണ്ട് നമ്മൾ നവീകരണത്തിന് ശേഷം കൂടി നമുക്ക് യാതൊരു പ്രാധാന്യം തരാണ്ട് അവർ നമ്മളെ ധിക്കരിച്ചിട്ട് ഉത്സവാദികൾ നടത്തുന്നുണ്ട്. ഇത് പ്രശ്നങ്ങൾ ചിന്തിച്ചിട്ട് കളകത്തിൻ്റെ എല്ലാ 18 ക്ഷേത്രങ്ങളും പ്രശ്നം ചിന്തിച്ച് തീരുമാനിച്ച പോലെ ആ തീരുമാനത്തിന് ലംഘിച്ചിട്ട് ഇന്നത്തെ പ്രവർത്തനം നടത്താൻ പോകുന്നുണ്ട്. ഇത് നമുക്ക് സമുദായത്തിനും തറവാടുകാർക്കും ബാക്കിയുള്ളവർക്കും മാനസിക വിഷം കൊടുക്കുന്നവരായതുകൊണ്ട് ഇന്ന് മേലാലും അവർക്ക് ദൈവം ബുദ്ധി കൊടുത്തിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് യോജിച്ച് മുന്നോട്ട് പോകുന്ന ആ മഹാഭാഗ്യം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. കർഷാട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദൈവം കിട്ടുന്ന ആൾക്കാരല്ലേ, അപ്പോൾ നമുക്ക് കുറേ എന്തെല്ലോ അനാഹരണങ്ങളും മറ്റേ എന്തെല്ലോ അനുഭവിക്കേണ്ടത്. അത് നമ്മൾ ഇവരോട് ദേവസ്വം ബോർഡോടും പറഞ്ഞ് മറ്റേ സമുദായത്തിൻ്റെ അവരോട് നമ്മൾ ലെറ്റർ മുഖേന കൊടുക്കുകയും ചെയ്തു. അതിനൊരു മറുപടിയും തന്നിട്ട് അതിനുശേഷമാണ് ഇവർ ഈ കത്താക്കി കയ്യൊക്കെ മറ്റൊന്ന് വർഷം പറഞ്ഞ് നമ്മൾ പറയുന്ന ഇത്രേ പറഞ്ഞു. നമ്മൾ വരുന്നില്ലാന്നും പറഞ്ഞിട്ടില്ല, വരുന്നെന്നും പറഞ്ഞില്ല. നമ്മൾ ഇത്രേ പറഞ്ഞു. നമുക്കറിയുന്നുണ്ട് എന്നുവെച്ചാൽ താഴെന്ന് ഭണ്ഡാരം വന്നിട്ട് മുകളിൽ കഴിക്കുന്നതാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ വരാം. ഇല്ല നമുക്ക് വരാൻ പറ്റില്ല പറഞ്ഞു. ദൈവം പറഞ്ഞില്ല, വേറെ നമ്മൊന്നും ഇപ്പം വേണ്ടാത്ത അവരൊന്നും പറഞ്ഞില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് കാസർഗോഡ് മധൂർ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിക്കെതിരെ പോലീസ് കേസെടുത്തു. ശനിയാഴ്ച രാത്രി 11:30 മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിനു സമീപത്തുള്ള പാടത്ത് വെച്ച് വെടിക്കെട്ട് നടത്തിയതിനാലാണ് വിദ്യാനഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കാസർഗോഡ് 4-ാം മൈലിൽ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് വാക്ക് തർക്കം. 4 പേർക്ക് വെട്ടേറ്റു. വാഹനങ്ങളിൽ ആളുകളുമായി എത്തി പെപ്പർ സ്പ്രേ അടിച്ച് വാളും കത്തിയും ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേർക്കെതിരെ വധശ്രമത്തിന് വിദ്യാനഗർ പോലീസ് കേസെടുത്തു. പൂരാഘോഷത്തിന് തുടക്കം കുറിച്ച് വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളും ദേവസ്ഥാനങ്ങളും. പൂവിടൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കണിച്ചട്ടി നിർമ്മാണത്തിന്റെ തിരക്കിലാണ് കാസർഗോഡ് എരിക്കുളം ഗ്രാമം. മടിക്കൈ എരിക്കുളത്തെ മൺകല നിർമ്മാണത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞങ്ങാട് ആറങ്ങാടി പറമ്പത്ത് മക്കാം ഉറൂസിന് ഏപ്രിൽ 8 മുതൽ തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഡിവൈഎഫ്ഐ K7 ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. മത്സരത്തിൽ FC കോട്ടപ്പുറം മിന്നും വിജയം കരസ്ഥമാക്കി. നാടക കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലയിലെ മുതിർന്ന നാടക പ്രവർത്തകരുടെ സംഗമം നാടകപ്രേമികൾക്ക് പുതിയ അനുഭവമായി. ജില്ലയിലെ 70-ലധികം വരുന്ന സ്ത്രീകളടക്കമുള്ള മുതിർന്ന നാടക പ്രവർത്തകരാണ് അഭിനയ പയമേക്കൊരു പെരുമ എന്ന പരിപാടിയിൽ പങ്കെടുത്തത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.